സാധാരണയായി ഇലക്ഷനിൽ ജയിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ ഇലക്ഷനിൽ ജയിക്കുന്നവരെ നാട് കടത്തിയാലോ? 500 BC കാലഘട്ടത്തിൽ ഗ്രീസിലാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ വർഷാവർഷം നടന്നിരുന്നത്. ഭൂവുടമകളായ പുരുഷന്മാർക്കായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം. പൊട്ടിയ ഓട് കഷ്ണങ്ങളിലായിരുന്നു അവർ വോട്ട് ചെയ്തിരുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഒസ്ട്രാക്ക എന്നാണ് ആ കഷ്ണങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ വാക്കിൽ നിന്നാണ് ഭ്രഷ്ട് കൽപ്പിക്കുക, അകറ്റി നിർത്തുക, ബഹിഷ്കരിക്കുക തുടങ്ങിയ അർത്ഥം വരുന്ന ഓസ്ട്രസൈസ് എന്ന ഇംഗ്ലീഷ് പദം ഉരുത്തിരിഞ്ഞു വന്നത്. ഒസ്ട്രാക്ക എന്നറിയപ്പെടുന്ന ഈ കഷ്ണങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയുടെ പേര് എഴുതി കൊടുക്കും. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്നവരെ 10 വർഷത്തേക്ക് നാടുകടത്തും. പക്ഷെ ചുരുങ്ങിയത് ഒരു 6000 വോട്ടെങ്കിലും ലഭിക്കണമെന്ന് മാത്രം. ഒന്നിൽ കൂടുതൽ പേർക്ക് 6000 വോട്ട് ലഭിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയയാളെ ആയിരിക്കും നാടുകടത്തുക. എന്നാൽ ആർക്കും 6000 വോട്ട് ലഭിച്ചില്ലെങ്കിലോ? തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇത്തരമൊരു നെഗറ്റീവ് ഇലക്ഷൻ രീതി വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും വിജയിപ്പിക്കുക? കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.